ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മോനുവിന് ലഞ്ചിനൊക്കെ കൊടുത്തയക്കുന്ന ഒരു ചപ്പാത്തിയുടെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഒന്നുകൂടി പറയാണ്, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഗോതമ്പൊടി ചൂടല്ലേ, എന്താ മോനുവിന് ഡെയിലി ഇത് കൊടുത്തയക്കുന്നതെന്ന്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ അവർ പറയും കുട്ടിക്ക് എന്താ എടി എപ്പോഴും ചപ്പാത്തി കൊടുക്കുന്നത്, ചൂടല്ലേ, അങ്ങനെ കൊടുക്കാൻ പറ്റുമോയെന്ന്. പക്ഷേ ഇവിടെ എല്ലാവരും ചോറല്ല കേട്ടോ കൊണ്ടുവരിക, ചപ്പാത്തി അതുപോലെ തന്നെ പൂരിയൊക്കെയാണ് കൊണ്ടുവരിക. അതുകൊണ്ട് അതിന് ഇഷ്ടമല്ല അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിട്ട് കൊടുത്തയക്കാറ്. അപ്പോൾ നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പൊടി എടുത്തിട്ട് പിന്നെ അതിക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് വെല്ലുള്ളി ഞാൻ അധികം ഇട്ടിട്ടില്ല, കുറച്ച് അധികം കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് കേട്ടോ, ഉരുളൻകിഴങ്ങ് ആട്ടോട്ടുള്ളത്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുഴക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇടയ്ക്ക് കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ മൂന്നൂന് സ്കൂൾ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ഫുള്ളായിട്ട് ഉടക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കലും ഒക്കെ പാടായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം പാർന്നിട്ട് കുഴക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടറിയുന്നുണ്ടാവും, ഒരുപാട് കട്ട ഉണ്ട് കേട്ടോ, കട്ട പോലെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ്. കാരണം നമ്മൾ ഗോതമ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുഴക്കുമ്പോൾ അത് ശരിയാവില്ല. പിന്നെ ഞാൻ നേരെ ഇല്ലാത്തത് കാരണമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെള്ളം പറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മോനുവിന് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, എപ്പോഴൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ. ഉരുളൻകിഴങ്ങും ഇതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ രാവിലെ പോകുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ടൈം എടുക്കുക. കാരണം ചെറിയരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെയും പോകുമ്പോൾ ചപ്പാത്തി കൊടുക്കുക, ഉച്ചക്കും ചപ്പാത്തി കൊടുക്കണ്ടെന്ന് വിചാരിച്ച് രാവിലെ കുറച്ച് കഞ്ഞിയാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നന്നായിട്ട് കുഴച്ച് മാറ്റിയിട്ടുണ്ട്. കുറച്ച് എണ്ണ പറന്നിട്ട് നന്നായിട്ട് കുഴക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, കാരണം മാവ് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് അതുപോലെ ഉണ്ടാവും. പിന്നെ നമ്മളത് ഉരുളകളാക്കിയിട്ട് നോർമൽ ലെവലിൽ തന്നെ കുറച്ച് രണ്ട് പുറത്തും കുറേശ്ശെ പൊടിയിട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കട്ടൻ ചായക്ക് വേണമെങ്കിലും ഇങ്ങനെ കുടിക്കാം, കടിച്ച് കഴിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സോസ് ഉണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. ഞാൻ മോനുവിന് ഇതിലേക്ക് സോസാണ് കൊടുത്തയക്കരുത്, പ്രത്യേകിച്ച് ഞാനൊന്നും കൊടുത്തയക്കാറില്ല. സോസ് കൊടുത്തയച്ചാൽ എന്തായാലും ടീച്ചർ പറയും സോസ് കൊടുത്തയക്കരുതേന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ അവന് കറിയൊന്നും കൂട്ടില്ല. പിന്നെ ഇപ്പം നമുക്ക് കട്ടൻ ചായ കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തയക്കൽ. പിന്നെ നമ്മൾ ഇത് പരത്തിയെടുക്കണം കേട്ടോ. പരത്തിയെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഭൂരിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ. നമ്മൾ ചപ്പാത്തിയാണെന്ന് പറഞ്ഞത് വെച്ചിട്ട് അങ്ങോട്ട് നീട്ടിയിട്ടാണ് പരത്താനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പരത്തി കഴിഞ്ഞാൽ ആ ഉരുളൻകിഴങ്ങിൻ്റെ ഇത് അങ്ങനെ നീളൂല. നമ്മൾ വെറും ചപ്പാത്തി പൊടിയാണെങ്കിൽ മാത്രമല്ലേ നന്നായിട്ട് നീണ്ടു പോവുള്ളൂ. പിന്നെ ഗോതമ്പൊടി കാരണം പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ അത് പ്രാവശ്യവും രണ്ട് പുറത്തും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് ആ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ലോണം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മല്ലിച്ചപ്പ് ഇടണമെങ്കിൽ വേണമെങ്കിൽ ഇടാം. രണ്ട് വശത്തും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിലെടുത്തത് നിങ്ങളാരും കണക്കാക്കണ്ട. കയ്യിലെടുത്തിക്കുന്നത് ഇവിടെ ഒരു ആളുണ്ട്, മച്ചു എന്ന് പറയുന്ന ഒരു സാധനം. അത് കയ്യിൽ അതുപോലെ ചട്ടുകൊന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ കയ്യിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്യൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോളൂ കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവന് നെയ്യിൻ്റെ ഒരു ഇത് ഇഷ്ടമല്ല കേട്ടോ, മണോ അതും എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ ഫോണിൽ വരും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.